വളർച്ചയെയും വികാസത്തെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് ആവശ്യമായി വരുന്ന ഘടകങ്ങളെയാണ് പോഷണങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. ശരീരത്തിനുള്ളിൽ നടക്കുന്ന പലതരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ദുഷ്കരമായ ദൗത്യവും ഇവ നിർവഹിക്കുന്നുണ്ട്. ഇവയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളാക്കി വേർതിരിച്ചു മനസ്സിലാക്കാം. സ്ഥൂലമായ പോഷണങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ് എന്നും സൂക്ഷ്മമായ പോഷണങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ് എന്നും ഇവയെ വേർതിരിക്കാവുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിന് വലിയ തോതിൽ ആവശ്യമുള്ള പോഷണങ്ങളാണ് മാക്രോ ന്യൂട്രിയൻസ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, വാട്ടർ എന്നിവയാണ് സ്ഥൂലമായ പോഷണങ്ങൾക്കുള്ള പ്രകടമായ ഉദാഹരണങ്ങൾ. മനുഷ്യന്റെ ശരീരത്തിന് ചെറിയ തോതിൽ ആവശ്യമുള്ള പോഷണങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്. വിറ്റമിൻ, മിനറൽ എന്നിവ മാത്രമാണ് സൂക്ഷ്മമായ പോഷണങ്ങൾക്കുള്ള പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ. ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം അഥവാ കാലറി പ്രദാനം ചെയ്യുന്നത് സ്ഥൂലമായ പോഷണങ്ങളാണ്. ഈ സ്ഥൂലമായ പോഷണങ്ങളെ ദഹിപ്പിക്കുവാനും ശരീരത്തെ സമ്പൂർണമായ ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാനും വേണ്ട ഇടപെടലുകളാണ് സൂക്ഷ്മമായ പോഷണങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ സ്ഥൂലമായ പോഷണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഒരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. സ്ഥൂലമായ പോഷണങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഭക്ഷണം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യന്റെ ശരീരം ഇവയെ ഒന്നും തന്നെ സ്വയമേവ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ ആവശ്യത്തിന് ലഭിക്കാൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. സ്ഥൂലമായ പോഷണങ്ങൾ അടങ്ങിയ ഭക്ഷണം തന്നെ നിർബന്ധമായും കഴിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ഥൂലമായ പോഷണങ്ങളിൽ ഒന്നാമത് വരുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം കൊടുക്കുകയാണ് ഇതിന്റെ ഏറ്റവും മുഖ്യമായ ധർമ്മം. പഞ്ചസാര അഥവാ ഷുഗർ, അന്നജം അഥവാ സ്റ്റാർച്ച്, നാര് അഥവാ ഫൈബർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയെല്ലാം ധാന്യകങ്ങളുടെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും അന്നജത്തിന്റെ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കാണാം. പഴവർഗ്ഗങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും മറ്റും ഷുഗർ, സ്റ്റാർച്ച്, ഫൈബർ രൂപങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. പച്ചക്കറികൾ പോലെ ആരോഗ്യത്തിന് ഗുണകരമായ കുറെ ഭക്ഷണങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതായി നമുക്കറിയാം. എന്നാൽ ചിലപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായ കുറെ ഭക്ഷണങ്ങളിലും ഇത് കാണാറുണ്ട്. കേക്ക്, ഡോനറ്റ് എന്നീ ഭക്ഷണങ്ങളാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന ഒരേ ഒരു കാരണം കൊണ്ട് മാത്രം ഇവയ്ക്ക് തീന്മേശകളിൽ മാന്യമായ പദവി ലഭിക്കുന്നുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഏറെ ലളിതമായ അല്ലെങ്കിൽ മോശമായ കാർബോഹൈഡ്രേറ്റ് എന്നും ഏറെ സങ്കീർണമായ അല്ലെങ്കിൽ നല്ലതായ കാർബോഹൈഡ്രേറ്റ് എന്നും കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം. കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ വേർതിരിച്ച് ശരീരം വലിച്ചെടുക്കുന്നതിന്റെ വേഗതയെ അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. ആദ്യത്തെ കാർബോഹൈഡ്രേറ്റിൽ ഷുഗർ പെട്ടെന്ന് വിമുക്തി നേടും. എന്നാൽ നോക്കൂ, പിന്നത്തെ കാർബോഹൈഡ്രേറ്റിൽ ഷുഗർ സാവധാനമാണ് പുറത്തു വരുന്നത്. സ്ഥൂലമായ പോഷണങ്ങളിൽ രണ്ടാമത് വരുന്നത് പ്രോട്ടീൻ അഥവാ മാംസ്യമാണ്. അമിനോ ആസിഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പോഷണമാണ് സാക്ഷാൽ പ്രോട്ടീൻ. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് പോലെ ഇത് ഊർജത്തിന്റെ അനന്തമായ ഉറവിടമാണ്. കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് മാംസ്യം പ്രയോജനപ്പെടുമെന്ന് സാരം. ഹോർമോണുകളായും എൻസൈമുകളായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയിൽ ഇത് ആന്റിബോഡികളായി പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ശരീരത്തിലെ കോശങ്ങൾ, പേശീതന്തുക്കൾ എന്നിവ സമൃദ്ധമായി നിർമ്മിക്കുന്നതിന് പ്രോട്ടീൻ അനിവാര്യമാണ്. മുടികളുടെ വളർച്ചയ്ക്കും ഇത് വേണം. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള അളവിലാണ് പ്രോട്ടീൻ ലഭിക്കേണ്ടത്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ ഒരാൾക്ക് ദിവസേന പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിച്ചു പോകുന്നതിന് കാരണമാകും. പ്രോട്ടീൻ അഭാവം മൂലമുള്ള ഒരു രോഗമാണ് ക്വാഷിയോർക്കർ എന്നത്. ഇത് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. രോഗിയുടെ ശരീരം ഒരുപാട് ശോഷിച്ചിരിക്കുമ്പോൾ വയറു മാത്രം വീർത്തിരിക്കും. സ്ഥൂലമായ പോഷണങ്ങളിൽ മൂന്നാമത് വരുന്നത് ഫാറ്റ് അഥവാ കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് സാന്ദ്രീകരിച്ച കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നും സാന്ദ്രീകരിക്കാത്ത കൊഴുപ്പ് അഥവാ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നും രണ്ട് തരത്തിലുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിന് ആവശ്യമില്ല. ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ അമിതമായി വർദ്ധിപ്പിക്കുന്നതിനാൽ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി മാറാം. എന്നാൽ മറിച്ച് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിന് ആവശ്യമാണ്. ശരീരത്തിലെ പലതരം അവയവങ്ങളുടെ പരിണാമത്തെ, അതായത് മെറ്റബോളിസത്തെ നല്ലവണ്ണം ക്രമീകരിക്കുന്നതിന് ഇത് വേണം. കോശഭിത്തികളുടെ ഇലാസ്തികത, അതായത് ഇലാസ്റ്റിസിറ്റി നിരന്തരം കാത്തുസൂക്ഷിക്കുന്നതിന് ഇത് സഹായിക്കും. രക്തപ്രവാഹത്തെ സുഗമമാക്കുന്നതിനും ഈ കൊഴുപ്പ് തുടരെ ഇടപെടുന്നുണ്ട്. ഇനി നമുക്ക് സൂക്ഷ്മമായ പോഷണങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. സൂക്ഷ്മമായ പോഷണങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ വിറ്റമിൻ, മിനറൽ എന്നിവയാണ് വരുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. സ്ഥൂലമായ പോഷണങ്ങളെ പോലെ സൂക്ഷ്മമായ പോഷണങ്ങളെയും
ശരീരം സ്വയമേവ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരം സംരക്ഷിച്ച് നിലനിർത്താൻ വിറ്റമിൻ, മിനറൽ എന്നിവ രണ്ടും നല്ലവണ്ണം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അനിവാര്യതയായി മാറുന്നുണ്ട്. വിറ്റമിൻ എന്നത് ജൈവം അഥവാ ഓർഗാനിക് ആണ്. വായുവിന്റെയും താപത്തിന്റെയും മറ്റും സമ്പർക്കത്തിലൂടെ വിറ്റമിൻ വിഘടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകപ്പെടുത്തുന്ന സമയത്ത് വായുവിനോടും താപത്തിനോടും മറ്റും സമ്പർക്കം ഉണ്ടാവുന്നതിനാൽ വിറ്റമിൻ നഷ്ടമാകാം. അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര അളവിൽ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം തിട്ടപ്പെടുത്തുക വിഷമകരമാണ്. എന്നാൽ നോക്കൂ, അജൈവം അഥവാ ഇനോർഗാനിക് ആണ് മിനറൽ എന്നത്. വായുവിനോ താപത്തിനോ ഇതിനെ വിഘടിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വിറ്റമിനേക്കാൾ മിനറലിന്റെ ലഭ്യതയ്ക്ക് സാധ്യതകൾ ഏറെയുണ്ട്. മണ്ണിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ലഭിക്കേണ്ട മിനറൽ മണ്ണിലും വെള്ളത്തിലും കിടന്ന വിളഞ്ഞ വിളകളിൽ നിന്ന് മാത്രമേ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തിന് ആവശ്യമായ അളവിലും ഗുണത്തിലുമുള്ള ഭക്ഷണത്തെ നമുക്ക് സമീകൃതമായ ഭക്ഷണം എന്ന് വിളിക്കാം. വ്യത്യസ്തങ്ങളായ തരം വിറ്റമിനുകളും മിനറലുകളും ശരീരത്തിലെ രക്തപ്രവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുന്നത് ഈ സമീകൃതമായ ഭക്ഷണം തന്നെയാണ്. വിറ്റമിനുകളും മിനറലുകളും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരുമിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അവയ്ക്ക് ഓരോന്നിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശരീരത്തിൽ റോളുകളുണ്ട്. വിറ്റമിനുകളും മിനറലുകളുമാണ് ശരീരത്തിൽ സംഭവിക്കുന്ന അപര്യാപ്തതകളെ പരിഹരിക്കുന്നത്. ഇവ രോഗങ്ങൾക്കെതിരെ ഒരു കവചമായി ശരീരത്തിൽ പ്രവർത്തിക്കും. നമ്മൾ കഴിക്കുന്ന സമീകൃതമായ ഭക്ഷണത്തിൽ നിന്ന് ഊർജത്തെ വിമോചിപ്പിക്കുന്നതാണ് വിറ്റമിനുകളുടെ പല പണികളിൽ ഒന്ന്. പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനും ശരീരത്തിലെ കോശങ്ങളെ അഥവാ സെല്ലുകളെ കൂടെ പെരുക്കുന്നതിനും വിറ്റമിനുകൾ സഹായിക്കുന്നു. കൊളാജൻ നിർമ്മിക്കാൻ വിറ്റമിനുകൾ ഇടപെടുന്നുണ്ട്. ആരോഗ്യമുള്ള പല്ലുകളെയും എല്ലുകളെയും രൂപപ്പെടുത്തുന്നതിനും രക്തക്കുഴലുകളുടെ ഭിത്തികളെയും മറ്റും ബലപ്പെടുത്തുന്നതിനും മുറിവുകൾ ഭേദപ്പെടുത്തുന്നതിനും ശരീരത്തെ ഒരുക്കുന്നത് കൊളാജനാണ്. ത്വക്കിനെ ആകമാനം ഭദ്രമാക്കി നിലനിർത്തുവാൻ വിറ്റമിനുകൾ സഹായിക്കും. കണ്ണുകളുടെയും ശ്വാസകോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നത് അവയുടെ ധർമ്മമാണ്. ദഹനവ്യവസ്ഥയെ അതായത് ഡൈജസ്റ്റ് സിസ്റ്റത്തെ വിറ്റമിനുകൾ ഉത്തേജിപ്പിക്കാറുണ്ട്. നാഡീവ്യവസ്ഥയെ അതായത് നെർവസ് സിസ്റ്റത്തെ നിരന്തരം ഉദ്ദീപിപ്പിക്കുന്നതിലും ഇവയ്ക്ക് പങ്കുണ്ട്. ശരീരത്തിലെ വെള്ളത്തിന്റെ സമനില നിലനിർത്തുന്നതിന് മിനറലുകളാണ് സഹായിക്കുന്നത്. ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ എത്തിക്കുന്നതിൽ ഇവയ്ക്ക് പങ്കുണ്ട്. മണക്കുന്നതിനും രുചിക്കുന്നതിനും മിനറലുകളാണ് സഹായിക്കുന്നത്. ഇവ എല്ലുകളെ ആരോഗ്യപൂർണമാക്കുന്നതായി കാണാം. മുടികൾ, നഖങ്ങൾ, തൊലികൾ, പേശികൾ എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇവ ഇടപെടാറുണ്ട്. ഭക്ഷണത്തിന്റെ വിവിധങ്ങളായ ഇനങ്ങളിൽ നിന്ന് മാത്രമേ മുൻപ് സൂചിപ്പിച്ച മാക്രോ ന്യൂട്രിയന്റുകളും മൈക്രോ ന്യൂട്രിയന്റുകളും ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ കണിശമായും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ശരീരത്തിന്റെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ശ്വസനത്തിലൂടെ ലഭിക്കുമല്ലോ. കൂടെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിനാൽ അതും ശരീരത്തിന് ആവശ്യത്തിന് കിട്ടാനിടയുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം സ്ഥൂലമായ പോഷണങ്ങളും സൂക്ഷ്മമായ പോഷണങ്ങളും ശരീരത്തിലേക്ക് എത്തിച്ചേരണമെന്നില്ല. അതിനാൽ ശാസ്ത്രീയമായി തിരഞ്ഞെടുത്ത് ചിട്ടപ്പെടുത്തിയ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയായി ഒരു ഭക്ഷണ സംസ്കാരം വരേണ്ടത് അനിവാര്യമാണ്.